ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ആദ്യകാലത്ത് ഗ്രീസിലെ ഒളിമ്പിയ മൈതാനത്തിൽ വെച്ചായിരുന്നു ഈ മഹാമഹം നടത്തിപ്പോകുന്നത്. ഒളിമ്പിക്സ് എന്ന പേര് തന്നെ അങ്ങനെ വന്നതാണ്. ആ സ്മരണ നിലനിർത്താൻ ഒളിമ്പിക് ജ്വാലയിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ ഓട്ടക്കാർ മാറി മാറി ഏറ്റെടുത്ത് ഒളിമ്പിക്സ് നഗരത്തിൽ എത്തിക്കുന്ന ഒരു ആചാരം 1936 മുതൽക്ക് ആരംഭിച്ചു. 1972 ഒളിമ്പിക്സിൽ 5976 ഓട്ടക്കാർ ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള ഓട്ടത്തിൽ പങ്കെടുത്തു. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ, ഇതാണ് ഒളിമ്പിക് മുദ്രാവാക്യം. 4 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഓരോ മത്സരത്തിലും പല ഇനങ്ങളിലും പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നു. അതിനാൽ കായികമായ കഴിവിലും മനുഷ്യവർഗം മുന്നേറുകയാണെന്ന് നമുക്ക് സന്തോഷിക്കാം. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 1. ഗ്രീസിലെ ഒളിമ്പിയ മൈതാനത്തിൽ വെച്ചായിരുന്നു ഈ മഹാമഹം നടത്തിപ്പോകുന്നത്. മഹാമഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദീപശിഖ, റെക്കോർഡുകൾ, ഒളിമ്പിക്സ്, ഒളിമ്പിക് ജ്വാല. ഏതാണ്? ഒളിമ്പിക്സ് ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ബി ചോദ്യം, കായികമായ കഴിവിലും മനുഷ്യവർഗം മുന്നേറുകയാണ്. ഈ പ്രസ്താവനയോട് ഏറ്റവും യോജിക്കുന്ന ആശയം. മനുഷ്യവർഗം കായിക രംഗത്ത് മാത്രം മുന്നേറുന്നു, മനുഷ്യവർഗം എല്ലാ രംഗത്തും മുന്നേറുന്നു. മനുഷ്യവർഗം മുന്നേറുന്നതേയില്ല, മനുഷ്യവർഗം കായിക രംഗത്തൊഴികെ മുന്നേറുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? മനുഷ്യവർഗം എല്ലാ രംഗത്തും മുന്നേറുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സി ആണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഒളിമ്പിക് മുദ്രാവാക്യം ക്രമമായി പരാമർശിക്കുന്നത്. ശക്തി, വേഗം, ഉയരം, ഉയരം, ശക്തി, വേഗം, വേഗം, ശക്തി, ഉയരം, വേഗം, ഉയരം, ശക്തി. ഏതാണ്? വേഗം, ഉയരം, ശക്തി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഡി ചോദ്യം, 1972 ഒളിമ്പിക്സിൽ 5976 ഓട്ടക്കാർ ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള ഓട്ടത്തിൽ പങ്കെടുത്തത് എങ്ങനെയാണ്? 3 പേർ ചേർന്ന്, ഒരുമിച്ച് ചേർന്ന്, മാറി മാറി ഏറ്റെടുത്ത്, ചെറു സംഘങ്ങളായി. എങ്ങനെയായിരുന്നു? മാറി മാറി ഏറ്റെടുത്തായിരുന്നു. ഓപ്ഷൻ സി ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കളി അനുഭവമാണ്. ബാല്യകാല സുഹൃത്തുക്കളോടും സഹപാഠികളോടും ചേർന്ന് പല വിധത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണല്ലോ നിങ്ങൾ. അവധിക്കാലത്ത് ആഹ്ലാദ തിമർപ്പോടെ കളിച്ച ഏതെങ്കിലും ഒരു കളിയനുഭവം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് കളിയനുഭവം കൂട്ടുകാർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒളിച്ചുകളി കളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചതുരക്കളി കളിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് കളിയാണെങ്കിലും അതിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർ പോയിട്ട് കളിച്ചു, എൻ്റെ അവധിക്കാലത്തായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് കളിച്ചത്, ആരാണ് വിജയിച്ചത് എന്നതൊക്കെ എഴുതാം. ഇനി ബി ചോദ്യം, അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്കും ഓടണം. ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഈ നിബന്ധനകൾ ടോമോയിലെ കായികമേളയിൽ ഏത് മത്സര ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? വടംവലി, മീൻവായിലോട്ടം, റിലേ ഓട്ടം, 3 കാലിലോട്ടം. ഏതാണ്? റിലേ മത്സരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിലേ ഓട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഒരുപക്ഷെ ആർക്കറിയാം, തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയിലുള്ള പ്രത്യേക ഇനങ്ങൾ. ഈ സംശയം ശരിയാണെങ്കിൽ എന്തിനു വേണ്ടിയാകാം മാസ്റ്റർ അങ്ങനെ ചെയ്തത്? മറ്റു കുട്ടികളെ സന്തോഷിപ്പിക്കാൻ, ചിലരെയൊക്കെ തോൽപ്പിക്കാൻ, തകാഹാഷിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ, ടോട്ടോ ചാനെ മത്സരിപ്പിക്കാൻ. എന്തിനായിരുന്നു? തകാഹാഷിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതും ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. 3A എന്ന് പറയുന്നത് ഡയറി എഴുതാനാണ്. എന്താണ്? മുറ്റത്ത് ആട്ടിൻകുട്ടികളോടൊപ്പം ആർത്തുല്ലസിച്ച് കളിക്കുകയായിരുന്നു ദിയ. ഇവിടെ വന്നേ, ഈ പാത്രങ്ങൾ കഴുകി വെക്ക്, അമ്മ വിളിച്ചു. അമ്മയെ സഹായിച്ച് വെളിയിൽ വന്ന് അവൾ പേരമരത്തിൻ്റെ ശിഖരങ്ങളിൽ ചവിട്ടി കയറി. ആ കിളിമുട്ടകൾ വിരിഞ്ഞോ ആവോ? ദിയ, നീ അപ്പുവിൻ്റെ യൂണിഫോം കഴുകിയിട്ടോ? അമ്മ വീണ്ടും വിളിച്ചു. ഈ അമ്മ ഇങ്ങനെ തന്നെ അവനോട് പറഞ്ഞാൽ എന്താ? അന്ന് രാത്രി ദിയ എഴുതാനിടയല്ല, ആ ഒരു ഡയറിയാണ് എഴുതേണ്ടത്. നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടാത്ത ഒന്നാണ് അല്ലേ. അപ്പോൾ എന്താണ്? പെൺകുട്ടികൾ മാത്രമാണ് എല്ലാം പണി ചെയ്യാനുള്ള ആള് എന്നുള്ള ഒരു ധാരണയാണ് ഇവിടെ ഉള്ളത് അല്ലേ, നമുക്കുള്ളത്. അപ്പോൾ ശരിക്കും അങ്ങനെയല്ല. അവിടെ എന്താണ്? യാതൊരു ലിംഗ വിവേചനമില്ലാതെ എല്ലാവർക്കും എല്ലാ ജോലികളും ചെയ്യാനുള്ള കഴിവുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാനും സാധിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് അതിനുള്ള പരിശീലനം കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ദിയ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. എന്തിനാണ് എല്ലാ ജോലിയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, എന്താണ് അവനോട് പറയാത്തത് എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ ഡയറിയിൽ എഴുതേണ്ടത്. ഡയറിയിൽ
എഴുതുമ്പോൾ തീയതി ഉണ്ടായിരിക്കണം ഡയറിക്ക്. അതുപോലെ തന്നെ ഏത് ദിവസമാണോ എഴുതുന്നത് അതും കൂടെ ഡയറിയിൽ ഉണ്ടായിരിക്കണം. ഇനി ഇതിൽ 3B എന്ന് പറയുന്നത് ഒരു കുറിപ്പാണ്. കളിയല്ല കളി എന്ന യൂണിറ്റിലെ വിവിധ പാഠങ്ങളിലൂടെ പലവിധ കളികൾ പരിചയപ്പെടുകയും കളിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന കളിപ്പതിപ്പിലേക്ക് ഏതെങ്കിലും ഒരു കളിയുടെ കളി നിയമങ്ങളും കളി രീതികളും ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒളിച്ചുകളി കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഒളിച്ചുകളിയെ കുറിച്ചാണെങ്കിൽ എന്താണ്, ആളുകൾ കൂടുന്നതിനനുസരിച്ചാണ് ഒളിച്ചുകളി രസകരമാവുന്നത് അല്ലേ. മാത്രമല്ല മിനിമം കളിക്കണമെങ്കിൽ 2-ലധികം ആളുകൾ നിർബന്ധമായിട്ടും വേണം. ഇനി നമ്മൾ എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എണ്ണാറുള്ളത്. ആ എണ്ണുന്ന സമയത്ത് നമ്മൾ എന്താണ്, ചുമരിൻ്റെ അടുത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒളിച്ചു നിന്നിട്ടാണ് എണ്ണാറുള്ളത്. അഥവാ മറ്റുള്ളവർ എവിടെയാണോ ഒളിക്കുന്നത് എന്ന് ആ എണ്ണുന്ന ആൾക്ക് അല്ലെങ്കിൽ കളിക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ പാടില്ല. അതിനുശേഷം ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കുകയും വേണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സാറ്റ് അടിക്കണം. അങ്ങനെയാണ് കളി. എന്നിട്ട് ആരാണോ കണ്ടുപിടിച്ചത് അവരാണ് അടുത്തതായിട്ട് ആ ഒരു കളി ലീഡ് ചെയ്യേണ്ടത്, മുന്നോട്ട് നയിക്കേണ്ടത്. അതൊക്കെയാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഇനി ചുവടെ കൊടുത്ത 4A 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതാനാണ്. 4A എന്ന് പറയുന്നത് കഥാരചനയാണ്. കുട്ടികളോട് കളിക്കുന്ന മൈതാന വക്കിലായി ഒറ്റയ്ക്കിരുന്നു കരയുന്നൊരു കുട്ടി, എങ്ങനെ കളിക്കുവാൻ ആരെന്നെ കൂട്ടുവാൻ. ഈ കൊച്ചുകുട്ടിയെ എന്താവും മറ്റുള്ളവർ ഒപ്പം കളിക്കാൻ കൂട്ടാത്തത്. കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി കഥ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും കുട്ടിയെ കളിക്കാൻ കൂട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അല്ലേ. ചിലപ്പോൾ എന്താണ്, ആ കുട്ടിയെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെ വിവേചനം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം അവളെ ആരും കളിക്കാൻ കൂട്ടാത്തത്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് എന്നെ കളിക്കാൻ കൂട്ടാത്തത് എന്നുള്ളതൊക്കെ ആലോചിക്കുകയാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവൾ സഹായിക്കും. അങ്ങനെ എന്താണ്, അവളെയും കൂടെ കളിക്കാൻ വേണ്ടി കൂട്ടും. അങ്ങനെ കഥ അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ആലോചിക്കുക. അവസാനം എന്താണ്, ഇവരെല്ലാവരും കൂടെ ഒന്നാവുന്ന ഒരു എൻഡിങ്, ഒരു അവസാനം കൂടെ നിങ്ങൾ ഈ കഥക്ക് കൊടുക്കണം. ഇനി അടുത്തത് 4B എന്ന് പറയുന്നത് വായനാകുറിപ്പാണ്. അവധിക്കാലത്തും വായനാഭക്ഷരണവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ നിരവധി കഥകളും കവിതകളും ഒക്കെ വായിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ പുസ്തകത്തെയോ രചനയെയോ കുറിച്ച് വായനാകുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്ക്, ഇപ്പോൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, കൃതിയുടെ പേരെന്താണ്, പാത്തുമ്മയുടെ ആട്, കർത്താവ് എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള സംഗ്രഹം പോലെ എഴുതുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രചിച്ചിട്ടുള്ള ഒരു കഥയാണ് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന രസകരമായ അനുഭവങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ ആളുകളുടെ സ്വഭാവം വളരെ നല്ല രീതിയിൽ തന്നെ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ നമ്മൾ എഴുതി ചേർക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ, ഏത് ഭാഗമാണ് ഇഷ്ടമായത് എന്നും കൂടെ എഴുതുന്നത് നന്നായിരിക്കും. 5ാമത്തെ ഒരു നോട്ടീസാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ പഠനയാത്ര പോകുന്നു. 2025 ഓഗസ്റ്റ് 25 രാവിലെ 8 മണിക്ക് യാത്ര ആരംഭിക്കും. പ്രദേശത്തെ സാഹിത്യ പ്രാധാന്യമുള്ള വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ് ലക്ഷ്യം. വിദ്യാരംഭം കൺവീനർ യാത്ര നയിക്കും. രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും ഈ വിവരം അറിയിക്കാൻ ഒരു നോട്ടീസ് എഴുതണം. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ എന്താ ചെയ്യുക, ഒരു കള്ളി വരയ്ക്കുക. ആദ്യം തന്നെ ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കുക, നോട്ടീസ് എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് സ്കൂളിലെ വിദ്യാരംഗം സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ പഠനയാത്ര പോകുന്നുണ്ട്. 2025 ഓഗസ്റ്റ് 25 രാവിലെ 8 മണിക്കാണ് യാത്ര ആരംഭിക്കുന്നത്. ആ പ്രദേശത്തെ സാഹിത്യ പ്രാധാന്യമുള്ള വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ വിദ്യാരംഗം കൺവീനറാണ് ഈ യാത്ര നയിക്കുന്നത്. ഇതിലേക്ക് എല്ലാ ആളുകളെയും ക്ഷണിച്ചു കൊള്ളുന്നു. എന്നിട്ട് താഴെ വീണ്ടും തീയതിയും അതുപോലെ തന്നെ സമയവും നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്നും കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത, കാരണം ഇത് പൊതുജനങ്ങളെയാണല്ലോ അറിയിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ, രക്ഷിതാക്കളെയും. ഇനി 6ാമത്തത് നോക്കൂ, താരതമ്യക്കുറിപ്പാണ്. കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്ത് കുട്ടികളുടെ വിവിധ കളികൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്തിൽ വ്യത്യസ്തമായ ചില കളികളാണ് കണ്ടത്. രണ്ടിനും 2 ലക്ഷ്യങ്ങളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? 2 പാഠസന്ദർഭങ്ങളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കാട്ടിലെ കളികൾ എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും കൂടിയിട്ട് ഒരേ രീതിയിൽ കളിക്കുന്നതാണല്ലേ. പക്ഷേ ടോമോയിലെ കായികമേള എന്ന് പറയുന്നത് പല രീതിയിലുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു
പരിപാടിയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതും മാത്രമല്ല സ്പെഷ്യലായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾക്കും അവർക്കും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കളികളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാട്ടിലെ കളികൾ എന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നില്ല. എല്ലാവരും സാധാരണ കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കളികളാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള താരതമ്യമാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. ആൻസേഴ്സ് എഴുതി തന്നില്ല എന്ന് മാത്രം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു വന്നു. കാരണം ഇതേ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. ഇതേ മോഡൽ അല്ലെങ്കിൽ ഇതേ പാറ്റേൺ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.